യക്ഷിയുടെ രാജപദവി. കുറെ വർഷങ്ങൾക്ക് മുന്നേ ലൂണാവില്ല എന്ന രാജ്യത്ത് സെലീന എന്നുള്ള ഒരു രാജകുമാരി അവിടെ ജീവിച്ചിരുന്നു. ഒരുപാട് സംരക്ഷണത്തിലുള്ള രാജാവിന്റെ രാജ്ഞിയുടെ മകളായിട്ടാണ് അവൾ ജനിച്ചത്. സെലീനയെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവളെ എല്ലാവരും ഭാഗ്യശാലിയായിട്ടാണ് കണ്ടിരുന്നത്. ഓ രാജകുമാരി, ഞാൻ കൂട്ടുകാരിയാന്ന് വെച്ച് എനിക്ക് ഒരുപാട് സഹായം ചെയ്തിരിക്കുന്നു. ഞാനൊരു സാധാരണ പെൺകുട്ടിയാ. ആ അതെല്ലാം വിട്ടേക്ക്, നമ്മളെല്ലാവരും ഒന്ന് തന്നെയാ. എല്ലാവരും മനുഷ്യരല്ലേ. സെലീനയ്ക്ക് പുരാണവും മായാജാലവുമായി സംബന്ധപ്പെട്ട കാര്യങ്ങൾ വരയ്ക്കാൻ ഇഷ്ടമാണ്. എന്താ ഇത്? ഇത് സ്നോ ലയോൺ. എന്താ നീ പറയുന്നേ? സ്നേക് പിന്നെ ലയൺ, മനസ്സിലായോ? ആ ശരി, സൂപ്പറാണ്. ഒരു ദിവസം സെലീനയ്ക്ക് ഒരുപാട് വയ്യാതെയായി. ഈ നഗരത്തിലുള്ളവരും അടുത്ത രാജ്യത്തുള്ളവരും അവർക്ക് വേണ്ടിയുള്ള മരുന്ന് തേടിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒന്നും തന്നെ ഫലമുണ്ടായില്ല. സെലീന, കണ്ണു തുറന്നു നോക്ക്. നാളുകൾ കടന്നുപോയി. പക്ഷേ പെട്ടെന്നൊരു ദിവസം സെലീന ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഒന്നും നടക്കാത്ത പോലെയാണ് പെരുമാറിയത്. നന്നായിട്ട് ഉറങ്ങിയതുപോലെ ഉണ്ടല്ലോ. വാഗിനി, നമുക്ക് കുറച്ചു നേരം പുറത്തേക്ക് പോകാം. സെലീന തോട്ടത്തിൽ കൂടെ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അവരെ കണ്ടപ്പോൾ തോട്ടത്തിലുള്ളവരെല്ലാം അതിശയത്തോടെ നോക്കി. ഞാൻ ഇത് ഉടനെ രാജകുമാരിയുടെ അടുത്ത് പറയണം. തോട്ടക്കാരൻ അത് പോയി റാണിയോട് പറഞ്ഞു. എന്നെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നിങ്ങൾ തന്നെ പുറത്തു പോയി നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നോക്ക്. റാണി സെലീനയെ പുറത്തേക്ക് പോയി നോക്കി. സെലീനയുടെ അടുത്ത് ഓടിപ്പോയി സെലീനയെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. എന്റെ ചെല്ലക്കുട്ടി, ഞാൻ നിന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടായിരുന്നു. അമ്മ. സെലീനയ്ക്ക് അവൾക്ക് എന്താ പറ്റിയതെന്നേ അറിയില്ല. അവൾക്കെല്ലാം ശരിയായതുകൊണ്ട് രാജ്യം മുഴുവൻ ആഘോഷിക്കാൻ തുടങ്ങി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. എന്താ നടക്കുന്നേ? ശരി, ഞാൻ ഇപ്പൊ പറയാം. നിനക്ക് ഒട്ടും വയ്യാതെ ഇരുന്നതാ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല, നിനക്കെന്താ ഇതൊന്നും ഓർമ്മയില്ലാത്തന്ന്. ശരി, അതൊക്കെ വിട്. ശരി, ഓക്കെ. രാജകൊട്ടാരത്തിൽ വിരുന്ന് കഴിക്കേണ്ട സമയമായി. ഒരുപാട് രുചിയുള്ള ഭക്ഷണം അവിടെ വിളമ്പിയിരുന്നു. സെലീന ഒരുപാട് വിശപ്പോടെ ഇരുന്നത് കൊണ്ട് എല്ലാം എടുത്ത് അവൾ കഴിച്ചുകൊണ്ടേയിരുന്നു. ഓ, മെല്ലെ കഴിക്ക് ചെല്ലക്കുട്ടി, മെല്ലെ കഴിക്ക്. അമ്മ, എനിക്ക് ഒരുപാട് വിശക്കുന്നു. എന്നെ കൊണ്ട് നിർത്താനേ പറ്റുന്നില്ല. പക്ഷെ ടേബിളിൽ ഇരിക്കുന്ന 3/4 ഭാഗം ആഹാരവും നീയാ കഴിച്ചു തീർത്തത്. പിന്നെ ഞങ്ങൾ ഇനി കഴിക്കാൻ തുടങ്ങി പോലുമില്ല. എന്താ? അയ്യോ സെലീന, നമുക്ക് പോകാം. നീ വരുന്നുണ്ടോ? അമ്മ, അച്ഛാ, ഇത്രയും വലിയൊരു വിരുന്ന് തന്നതിന് നന്ദി. പെട്ടെന്ന് വാ. ഗിന്നി സെലീനയെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീ ഇന്ന് 10 മടങ്ങ് അധികമാണ് കഴിച്ചിരിക്കുന്നത്. എനിക്കിനിയും വിശക്കുന്നു. അയ്യോ, ഞാൻ വിചാരിച്ചത് സത്യമാവുമോ? എന്താ? ഞാൻ നിനക്ക് യക്ഷിയുടെ ജ്യൂസ് എടുത്തിട്ട് വരാം. യക്ഷിയുടെ ജ്യൂസോ? അതെ, അതല്ലാതെ വേറെ ഒരു വഴിയും കാണുന്നില്ല. ഗിനി പുറത്തു പോയി സെലീനയ്ക്ക് വേണ്ടി ഒരു യക്ഷിയുടെ ജ്യൂസ് എടുത്തിട്ട് വന്നു. അത് കുടിച്ചതിന് ശേഷം അവസാനം എന്റെ വയറ് ഫുള്ളായി. നന്ദിയുണ്ട് ഗിനി. നീ എന്താ എന്നെ വ്യത്യസ്തമായിട്ട് നോക്കുന്നത്? ഓ, അങ്ങനെയാണെങ്കിൽ നീ അത് തന്നെയാണോ? എന്താ സെലീന, നീ ഒരു യക്ഷിയാണ്? അങ്ങനെയാണെങ്കിൽ നീയും ഒരു മൂങ്ങയല്ലേ? സെലീന, നീ ആ യക്ഷിയുടെ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് നിന്റെ വയറ് ഫുള്ളായതെന്ന് പറഞ്ഞത്. മനുഷ്യനെ കൊണ്ട് ഉറപ്പായിട്ട് അത് പറ്റില്ല. അതെ, ഞാനൊരു യക്ഷി തന്നെയാ. നീ എണീറ്റപ്പോ മുതൽ നിന്റെ കണ്ണുകൾ ചുമന്നായിരുന്നത്. ഞാനത് നിന്നോട്. ശരി, ഞാൻ പോയി നോക്കട്ടെ. സെലീന കണ്ണാടിയിലേക്ക് നോക്കാൻ പോയി. ഒരുപാട് അമ്പരന്നു പോയി. ശരീരം മുഴുവൻ ആകെ വെളുത്തുപോയി. അവളുടെ കണ്ണ് ചുവപ്പായിട്ടിരുന്നു. അവളുടെ കൊമ്പല്ലുകളും വളർന്നു പുറത്തോട്ടിരുന്നു. ഗീനി, നീ എന്താ പ്രാങ്ക് ചെയ്ത് കളിച്ചോണ്ടിരിക്കാണോ? ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കിയേ മതിയാവൂ. ഞാൻ പോയി നിലാവുള്ള വെളിച്ചത്തിൽ പോയി ഇരുന്ന് നോക്കട്ടെ. പാവ സെലീന വീണ്ടും ശരിയാവുന്നതിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അവൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അപ്പോഴാണ് കൊട്ടാരത്തിന് അപ്പുറത്ത് വശത്തുള്ള പടികൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി പോയി. അവിടെ ഒരുപാട് പഴയ പുസ്തകങ്ങളാ ഉണ്ടായിരുന്നത്. വാവ്! സെലീന അത് കാണാൻ വേണ്ടി പോയി. അവിടെ കുടുംബ പുസ്തകം എന്ന് പറഞ്ഞൊന്നുണ്ടായിരുന്നു.
യക്ഷികളുടെ കുടുംബത്തിൽ ഒരേ ഒരു യക്ഷി മാത്രം 4 തലമുറയിൽ ഒരു തവണ ജനിക്കുന്നതാണ്. അവരുടെ തലയിൽ എഴുത്ത് വളരെ മോശമായിട്ടിരിക്കും. എന്താ? പെട്ടെന്ന് വവ്വാലുകൾ സെലീനയെ ചുറ്റപ്പെട്ടു. നിങ്ങളെല്ലാം എവിടുന്ന് വരുന്നതാ? അതെ, ഞാനാണ് വവ്വാൽ. ഇവരൊക്കെ എന്റെ വവ്വാൽ കൂട്ടുകാരാണ്. വാവ്, നിങ്ങൾക്ക് പേരില്ലേ? ഞങ്ങൾക്ക് പേരൊന്നും ഇല്ല. ഞങ്ങള് സംസാരിച്ച മനുഷ്യന്മാർക്കൊന്നും കേക്കത്തില്ല. ആശ്ചര്യപ്പെടേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ ഞാൻ മനുഷ്യനല്ല, യക്ഷിയാണ്. ഓ, അപ്പൊ നീയാണല്ലേ 4ാമത്തെ തലമുറ. ശരി ശരി. ഇവൻ മാർക്ക്, ഇവൻ ഡഗ്ലാസ്, പിന്നെ ഇവൻ കെന്റ്. വരൂ, സൂര്യൻ വരുന്നതിനിപ്പുറം നമുക്ക് പോയി കളിക്കാം. ഓ ശരി. പെട്ടെന്ന് പെട്ടെന്ന്. സെലീനയും വവ്വാലുകളും നഗരത്തിനെ ചുറ്റിക്കാണാൻ പോയി. ഈ വവ്വാലുകൾ നഗരത്തിൽ കാണിച്ചു കൂട്ടുന്ന അട്ടഹാസം കണ്ടുകൊണ്ടേയിരുന്നു സെലീന. സെലീന, ഞങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചോ? പെട്ടെന്ന് തന്നെ മലയുടെ മേളിലോട്ട് പോകാൻ തുടങ്ങി. വെള്ള നിറത്തിലുള്ള ഒരു മാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോ നിന്റെ പ്രാവശ്യമാണ്. നീ അതിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കേ. എന്നെ കൊണ്ട് പറ്റില്ല. ഹേയ്, നിനക്ക് വല്ലാത്ത പേടിയുണ്ടെന്ന് തോന്നുന്നു. യക്ഷികളൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ ജനിച്ചവരാ. നീ നിന്റെ തലവിധി അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാൻ നോക്ക്. ശരി. സെലീന ആ മാനിനെ നോക്കി നടന്നു. ആ മാനിന് പരിക്ക് പറ്റിയിരുന്നത് ശ്രദ്ധിച്ചു. പാവം, ആ മാനിന് അപകടമുണ്ടായിരിക്കുന്നു. ഞാൻ അതിനെ സഹായിക്കാം. മന്ത്രം കൊണ്ട് ആ മാനിന്റെ പരിക്ക് ശരിയായി. മാൻ എണീറ്റ് നിന്നു. അവളുടെ ശക്തി നോക്കി അവൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നീ ശരിക്കും വളരെ നല്ലവളാണ്. പെട്ടെന്ന് തന്നെ ഒരു വെളിച്ചം അവിടെ കണ്ടു. ആ മാൻ ഒരു സുന്ദരനായ മനുഷ്യനായി മാറി. എന്തിനാ നീ നിന്നെ മറയ്ക്കുന്നേ? ഞാൻ തന്നെ ഒരു ചെന്നായി മനുഷ്യനാണ്. നീ ഒരു രക്ഷയാന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ വവ്വാലിന്റെ ഒപ്പം കണ്ടതാണ്. അവരെ നിന്നെ മാറ്റാൻ നോക്കുകയാണ്. നിങ്ങൾ മാനായിട്ടല്ലേ ഇരുന്നത്? അതൊരു മന്ത്രവാദി ചെയ്ത കാര്യമാണ്. എന്താ നടക്കുന്നത്? എന്തോ ഒരു ദുസ്വപ്നം പോലെ ഉണ്ട്. ഞങ്ങളെപ്പോലത്തെ ജീവനുകളും ഉണ്ട്. ഞങ്ങളെപ്പോലത്തെ രൂപമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതാണ്. വാ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് എഡ്വിൻ. എഡ്വിൻ സെലീനയെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിറയെ ജീവനുകൾ ഉണ്ടായിരുന്നു. വാവ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാണ്. സത്യം എന്താന്ന് വെച്ചാൽ ഇവർ ശരിക്കും വളരെ നല്ലവരാണ്. അവരുടെ ഈ രൂപമൊക്കെ വെച്ച് ഈ സൊസൈറ്റി അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇവരുടെ അടുത്തുള്ള ജനങ്ങൾ ഇവരെ കണ്ട് പേടിക്കുകയാണ്. ഇതിലും ചില ആൾക്കാർ ഇതിൽ തന്നെ മോശമായ ആൾക്കാരായി മാറുകയാണ്. ഇത് വളരെ തെറ്റാണ്. നമുക്കും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ രക്ഷകർത്താക്കളോട് സത്യം പറയാൻ എനിക്ക് ഭയമാണ്. പറയണ്ട. പറഞ്ഞ എന്താ നടക്കുന്നൊന്നും നമുക്കറിയില്ല. എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. നിങ്ങളെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പറയൂ. എന്നെ കൊണ്ട് ഭാരമുള്ള സാധനങ്ങൾ വളരെ എളുപ്പം എടുക്കാൻ കഴിയും. എനിക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങളുടെ ബലം. നമുക്ക് ഉറപ്പായിട്ടും ലൂണാവിലേക്ക് പോകാം. ഇതിനുശേഷം നിങ്ങളെ എല്ലാവരും തുല്യമായിട്ട് കരുതും. ശരിക്കുമാണോ? അതെ, എന്നെ വിശ്വസിക്ക്. ഞാനാണ് രാജകുമാരി. സെലീന പറഞ്ഞത് കാരണം എല്ലാവരും അവരവരുടെ കഴിവിൽ വിശ്വസിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഒരുപാട് ജീവനുകൾ കരുണയുള്ളവരായി മാറിത്തീർന്നു. രാജകുമാരി സെലീന ജോലികളെല്ലാം പകല് തന്നെ ചെയ്തു തീർത്തു. രാത്രി നേരങ്ങളിൽ അവൾ പരിശീലിപ്പിച്ച് കഴിവുണ്ടാക്കിയെടുത്ത ആ ജീവനുകളെ കാണാൻ അവിടെ പോകുമായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും അവിടെ ജീവിച്ചു വന്നു. ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദി രാജകുമാരി. അതെ, അങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട. ഞാനും നിങ്ങളെ പോലെ തന്നെയല്ലേ. എഡ്വിൻ, എന്റെ രക്ഷിതാക്കളോടത്ത് പറയാൻ പറ്റിയ സമയം ഇതാണ്. എനിക്കെന്തോ അവരെന്നെ മനസ്സിലാക്കുമെന്നാണ് തോന്നുന്നത്. നീ അങ്ങനെ വിചാരിച്ചാ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. എന്ത് സംഭവിച്ചാലും നിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. സെലീന അവളുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. ഹായ് കീനി, നീ എവിടെ പോയിട്ട് വരാ? ഞാൻ എന്റെ കുട്ടികളെ കാണാൻ പോയതാ. നിനക്ക് കുട്ടികളുണ്ടോ? നിറയെ ഉണ്ടല്ലോ. അല്ല, എന്തോ മിസ് ചെയ്യുന്നുണ്ടല്ലോ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വാ, കഴിക്കാൻ പോകാം. കുടുംബത്തിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരുന്നു. സെലീന, ഈ സമയത്തൊക്കെ നീ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് പുറത്തു പോയിട്ട് വരുന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതൊന്നും പ്രശ്നമില്ല ചെല്ലക്കുട്ടി. നിനക്ക് സുഖമില്ലാന്ന് അറിയാം. നിനക്ക് നിന്റേതായ ഒരു സ്വാതന്ത്ര്യവും ആവശ്യമാണ്. അമ്മ, അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറഞ്ഞേ മതിയാവൂ. എന്ത് വിഷയമാ ചെല്ലക്കുട്ടി? അമ്മ, എന്റെ ശരീരം ശരിയായതിനു ശേഷം ഞാൻ വേറെ ആരോ ആയിട്ടാണ് ഉണർന്നത്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാനൊരു യക്ഷിയാണ്.
ഓ, അപ്പൊ ഞാൻ വിചാരിച്ചത് നടന്നു കഴിഞ്ഞു. ആഹാ. ആ, എനിക്കറിയാം ഇത് ഒരു ദിവസം നടക്കുമെന്ന്. അതായത് 4ാമത്തെ തലമുറ നീയാണ്. നമുക്കിതിനെപ്പറ്റി മുന്നേ തന്നെ അറിയാം. പുറത്തുപോയി എന്തെങ്കിലും കുസൃതികളൊക്കെ കാണിച്ചോ? ഒരിക്കലുമില്ല അച്ഛാ. എന്തെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. സെലീന വ്യത്യസ്തമായ ജീവനുകളെ കണ്ടതും അവരുടെ മനസ്സ് മാറ്റിയതുമൊക്കെ പറഞ്ഞു. രാജാവും റാണിയും അതിശയിച്ചു പോയി. അതവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ ചെല്ലക്കുട്ടി, നീ ചെയ്തത് എനിക്ക് വളരെ അഭിമാനമായി തോന്നുന്നു. നിനക്കറിയോ, നമ്മുടെ രാജകുടുംബം ജനങ്ങളോട് ഈ വിഷയം രഹസ്യമായിട്ട് വച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് ജനങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അതൊക്കെ മാറ്റാൻ പറ്റും. നിന്നെ കൊണ്ടത് പറ്റും. നിന്റെ ശ്രമത്തിന് വേണ്ടി ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. നാളെ തന്നെ ആ ജീവനുകളെ ഇവിടേക്ക് കൊണ്ടുവാ. ഇവിടുത്തെ സഭയിലേക്ക് വിളിക്കാം. അടുത്ത ദിവസം ആ രാജ്യത്ത് മുഴുവൻ ആ പുരാണ ജീവനുകൾ അവിടെ വന്നിരുന്നു. അവിടുത്തെ വേലക്കാരെല്ലാം അവരോട് നന്നായി പെരുമാറാൻ തുടങ്ങി. ലൂണാവിലെ ജനങ്ങളെ, നിങ്ങൾക്ക് എന്റെ മകളെ ഞാൻ പരിചയപ്പെടുത്താം. എന്തെന്നാൽ അവളാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. രാജകുമാരി, രാജകുമാരി, രാജകുമാരി. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാനാണ് സെലീന യക്ഷി, ലൂണാവിലയുടെ രാജകുമാരി. ഒരുപാട് നാളുകൾ കൊണ്ട് എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നമ്മളെ എല്ലാ ജീവനുകളെയും ഒരുപാട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഒറ്റപ്പെടുത്തുകയാണ്. അവരെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. പക്ഷെ അവരെല്ലാം വളരെ കരുണയുള്ളവരാണ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം മുൻ തലമുറ അവരെ ഒരുപാട് തെറ്റായിട്ടാണ് നമ്മളെ പരിചയപ്പെടുത്തി തന്നത്. അവർക്ക് നന്നായിട്ടും പെരുമാറാൻ അറിയാം. അവർക്ക് ഒരുപാട് സഹായം ചെയ്യാൻ കഴിയും. നമ്മളെപ്പോലെ ജീവിക്കാനും കഴിയും. ഈ പക്ഷപാതം ഇനി ഞാൻ ഒരിക്കലും സഹിക്കാൻ പോകുന്നില്ല. അതും എന്റെ കൺമുന്നിൽ തന്നെ. എന്തെന്നാൽ ഞാൻ തന്നെ ഒരു യക്ഷിയാണ്. ഞാനൊരു ഭാഗ്യശാലിയാണ്. ഞാൻ എങ്ങനെ ഇരുന്നാലും എന്റെ രക്ഷാകർത്താക്കൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കും ആദ്യം ഭയപ്പെട്ടിട്ടാ ഇരുന്നത്. ഇത് നമ്മൾ എന്തിനു വേണ്ടിയും മറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വ്യത്യസ്തരായവരാണ്. അവര് മോശമായിട്ടാണെങ്കിലോ? എന്താ, മനുഷ്യരിൽ മോശം ആൾക്കാരില്ലേ? മോശമായ ജീവനുകൾക്ക് ശിക്ഷയുമുണ്ട്, മോശമായ മനുഷ്യരെ പോലെ. രാജകുമാരി പറയുന്നത് ഞാൻ സമ്മതിച്ചോളാം. അതെ, ഞാൻ തന്നെയാ. നഗരത്തിലെ ജനങ്ങളെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. പുതിയ നിയമത്തെ അവർ സ്വീകരിച്ചു. അവരുടെ സന്തോഷം കണ്ട് രാജകുമാരി എലീനയ്ക്കും ഒരുപാട് സന്തോഷമായി. നഗരത്തിലെ ജനങ്ങൾ അവർക്കും ജീവിക്കാൻ വേണ്ടി ഒരു അവകാശം കൊടുത്തു. ഇനി വന്നേ, എന്റെ അടുത്ത് ഒരു രഹസ്യമുണ്ട്. എന്താ അത് ഗിന്നി? ഇനി പെട്ടെന്ന് തന്നെ ഒരു മൂങ്ങയായി മാറിക്കഴിഞ്ഞു. ഞാനാണ് എലി. ഓരോരോ 4ാമത്തെ തലമുറയുടെ യക്ഷിക്കും ഞാനായിരിക്കും പെറ്റായിട്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും കാരുണ്യമുള്ളവരായി മാറ്റിയിരിക്കുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും യക്ഷികളെ മാത്രം മാറ്റാൻ കഴിയില്ല. ഒന്നെങ്കിൽ അവർ മോശമായിട്ടിരിക്കും, അല്ലെങ്കിൽ അവരെ നാട് കടത്തുന്നതാണ്. പക്ഷെ നീ ഭാഗ്യശാലി മാത്രമല്ല, ധൈര്യശാലിയുമാണ്. തലയെഴുത്ത് മാറിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നിക്ക്, എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗിനി, അതായത് എലി, നീ എപ്പോഴും എനിക്ക് തുണയായിട്ടുണ്ട്. ഞാൻ എപ്പോഴും നിന്നോട് നന്ദിയുള്ളവളായിരിക്കും. ഇപ്പൊ സെലീന, അവളുടെ എലി, അവളുടെ കുടുംബം, പിന്നെ അവളുടെ ആ ജീവനുകളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചു വന്നു. എല്ലാം നന്നായിട്ട് തന്നെ അവസാനിച്ചു. പക്ഷെ ഒരു അത്ഭുതമായ ജീവിതത്തിന് ഇതായിരിക്കും ഒരു തുടക്കം.